നമസ്കാരം. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ ഉപയോഗിച്ച് അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ തണലിൽ PR വർക്കുമായി മുന്നോട്ട് പോകുക എന്ന ഒരു സംഗതി കമ്മികൾ ഈ അടുത്ത കാലത്തായിട്ട് നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് നമ്മുടെ റൊട്ടി ബാബ ഒരു പടം പിടിച്ചത്. പക്ഷേ അതിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ 8 നില പൊട്ടിച്ച് കൈ കൊടുത്തത് കൊണ്ട് ആ സംരംഭം വിജയം കണ്ടില്ല. ഒരുത്തിൻ്റെയും അറിവോടുകൂടി അവരെ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടില്ല എന്ന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മമ്മൂട്ടിയെ വയനാട് തടഞ്ഞത്. ഇതിനു മുമ്പും മമ്മൂട്ടി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരുടെ മുന്നിൽ വെച്ച് പറയേണ്ട രീതിയിൽ പറഞ്ഞതിനെ പറ്റി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി ജാടയാതാ സാമൂഹ്യ പ്രതിബദ്ധത കമ്മിയാണെന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് അങ്ങേര് പ്രവർത്തിക്കേണ്ട രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചു കളയും. ലൈവായിട്ട് തേയുക എന്നൊക്കെ പറഞ്ഞാൽ അതാ ഇതാണ്. മുഖമൊക്കെ ഉജാലെ മുക്കിയെടുത്ത് ഉണക്കിയതുപോലെ അല്ലായിരുന്നോ? എന്ത് പെട്ടെന്ന് അമാവാസി വന്ന് കേറിയത്. അങ്ങേർക്കറിയാം കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും ചുറ്റും ക്യാമറകൾ ഉണ്ടെന്നും അങ്ങേർക്ക് ഇവിടെ ജീവിക്കേണ്ടതാണെന്നും അറിയാം. ജില്ലാ സെക്രട്ടറി തളരരുത്. മമ്മൂട്ടിയോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നമ്മളെ എല്ലാ ഉത്സവ സീസണുകളിലും കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വല്യേട്ടൻ സിനിമയുണ്ടല്ലോ, ഇപ്രാവശ്യം കൊടുക്കണ്ട. അങ്ങനെ നമുക്ക് പ്രതിഷേധിക്കണം. സിദ്ദിഖിനെ ആളെ വെച്ച് കൂവിച്ചപ്പോ അത് കേട്ടപ്പോ വല്ലാത്തൊരു നിർവൃതി അടയുന്നത് കണ്ടായിരുന്നല്ലോ കമ്മികളെല്ലാരും. ഇപ്പോ അതിന്റെ ഇരട്ടിയിലധികം നിർവൃതി കിട്ടിക്കാണും എന്ന് കാവ്യനീതി കരുതുന്നു. അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞപ്പോ എന്തൊരു വിനയതാ. പിന്നെ രായാവിന്റെ മുന്നിൽ കുനിഞ്ഞു നിന്ന് ശീലമുള്ളത് കൊണ്ട് എവിടെ വേണമെങ്കിലും നട്ടല്ലൊടിച്ചോളും. പിന്നെ ഈ കാണിച്ചത് മമ്മൂട്ടി ആയതുകൊണ്ട് കുറെ ആളുകൾ അംഗീകരിക്കുന്നു. സുരേഷ് ഗോപി വല്ലതും ആയിരുന്നെങ്കിൽ ഇയാൾക്കെന്തൊരു ജാടയാ, ഇയാൾക്കെന്തൊരു അഹങ്കാരമാണ്, നാട്ടുകാരുടെ കാശിനാ ഷർട്ടലക്കി തേക്കിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയേനെ. ഒരു മനുഷ്യൻ അവിടെ ചെന്ന് അങ്ങേരൊരു സൂപ്പർ സ്റ്റാർ, ഒരു മഹാനടൻ, അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ ഒരു മനുഷ്യൻ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയിൽ അങ്ങേര് അവിടെ ചെന്ന് ടൗൺഷിപ്പ് കാണാൻ പോയി വയനാട്ടിൽ. അത് കാണാൻ ചെല്ലുമ്പോൾ ആളുകളൊക്കെ കൂടും. ദൂരെ നിന്നൊക്കെ നോക്കുമെടുക്കുക, ചില സെൽഫി എടുക്കാനൊക്കെ ആളുകളൊക്കെ കൂടും. അതൊക്കെ സ്വാഭാവികം. അങ്ങേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ അങ്ങേരുടെ കക്ഷത്തിൻ്റെ ഇടയിൽ കയറി നിന്ന നാളെ തിങ്കളാഴ്ച ഇനിയിപ്പം മുഖ്യധാരാ പാർട്ടിയുടെ മുഖ്യ നേതാവിനെ മുഖ്യ നടൻ അപമാനിച്ചു എന്നും പറഞ്ഞ്, കാരണം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ, ജില്ലാ നേതാവിനെയൊക്കെ ഒരു നടൻ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് സാംസ്കാരിക കേരളത്തിന് യോജിച്ചതാണോ? അതൊരു അപമാനമല്ലേ? അതുകൊണ്ട് നാളെ ഒരു ഹർത്താലിന് സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് കരുതിയിരുന്നോ? വാർത്താ ചാനലൊക്കെ ഇടയ്ക്ക് നോക്കണേ. ആ സമയത്ത് ആ നിൽക്കുന്ന ഭൂമി അങ്ങ് ഇടിഞ്ഞ് താഴോട്ട് എല്ലാവരും കൂടെ പോയിരുന്നെങ്കിൽ അല്ലേ സെക്രട്ടറി? പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തതുകൊണ്ട് ആരാട്ടിപ്പായിച്ചാലും നമുക്ക് ഈ ഇളിയേ വരുവുള്ളൂ. മമ്മൂട്ടി ഇനി തള്ളണോ കൊള്ളണോ ഇതൊന്നും അറിയാതെ പിരിപിരി പൂത്ത് നടക്കുന്ന ഒരു വിഭാഗം വേറെ ഉണ്ട്. ഉള്ളതുപോലെ നമ്മൾ ആരാണെങ്കിലും പറയണമല്ലോ. ചില ആളുകൾ ഇനി ചോദിക്കും, ചിലർക്ക് സ്വാഭാവികമായിട്ട് സംശയം വരാം, പുള്ളി ആരാ, വലിയ മറ്റവനാണോ, അയാളുടെ കൂടെ നിൽക്കാൻ മറ്റേ ആക്കെന്താ യോഗ്യതയില്ലേ? ഇത് യോഗ്യതയുടെ കാര്യമൊന്നും അല്ല. അങ്ങേര് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നും അവിടെ പോയതല്ല. വയനാട് ടൗൺഷിപ്പ് ഒന്ന് കാണണം, അത് അങ്ങേരുടെ മനസ്സിൻ്റെ ഒരു നന്മയായിരിക്കും, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന് പോയതായിരിക്കും. അങ്ങേര് നടക്കുന്നതിൻ്റെ ഒപ്പം എല്ലാം കൂടെ ഒരാൾ എല്ലാ സമയത്തും ഫ്രെയിമിൽ, എല്ലാ ഫ്രെയിമുകളിലും ഉണ്ടാകണമെന്ന് ശഠിക്കുന്നത് പോലെ നടന്ന ആർക്കാണെങ്കിലും ദേഷ്യം വരത്തില്ലേ? ഇത് മാത്രമല്ല, ഈ ടൗൺഷിപ്പിനെ കുറിച്ച് മമ്മൂട്ടി വളരെ പ്രസക്തമായ മറ്റൊരു പ്രതികരണം കൂടെ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. അതും കണക്കില്ലാത്ത കാശ്. എൻ്റെ പൊന്നു മമ്മൂക്ക, കണക്കില്ലാത്ത കാശ്. ഇതുവരെ ജനങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല ആ കാശിന്റെ കാര്യത്തിൽ. കുറെയൊക്കെ ആവിയായി പോയെന്നാ തോന്നുന്നത്. എത്ര കോടി രൂപ ജനങ്ങൾ പിരിച്ചു കൊടുത്ത്, എന്നിട്ട് ഇത്രയും നാളെടുത്തൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും എത്ര മുക്കിയെന്ന് നാട്ടുകാർക്ക് ഊഹിക്കാം. എന്നിട്ടും സർക്കാരിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന ടൗൺഷിപ്പും മറ്റു ഇവർ അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളും കല്ലിടിയിലും റിബൺ വെട്ടലും എല്ലാം ജനങ്ങളുടെ കാശിൽ നിന്ന് വന്ന സംഭവങ്ങളാണ്. അവർ കറങ്ങാൻ ഉപയോഗിക്കുന്ന ഡീസൽ വരെ ഇത് ജനങ്ങളുടെ കാശാണ് എന്ന് അടിമകളല്ലാത്ത എല്ലാ മനുഷ്യർക്കും അറിയാം. അവരത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യും. എന്നാലും മമ്മൂട്ടി അത് തുറന്ന് സമ്മതിച്ച ഈ ഒരു സമയത്ത് സമ്മതിച്ചതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു.
ഏതായാലും മമ്മൂട്ടിയുടെ ടൗൺഷിപ്പ് സന്ദർശനം LDFന് ഗുണകരമായി എന്ന് പറയാതെ വയ്യ. നമുക്കൊക്കെ രാഷ്ട്രീയം കാണും. നമുക്ക് ആ രാഷ്ട്രീയം ഉള്ളപ്പോഴും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളെ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്താനും കാണാനും സമീപിക്കാനും സാധിക്കണം. എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ആദർശത്തിനോട് യോജിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അയാൾ എന്ത് തോന്നിയാസം കാണിച്ചാലും അയാളെ എനിക്ക് വെളുപ്പിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നത് അടിമത്വമാണ്. അത് നമ്മുടെ രാഷ്ട്രീയ ബോധമല്ല. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നതോ നമ്മുടെ രാഷ്ട്രീയ ആദർശത്തെ സംബന്ധിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം വിമർശനത്തിന് വിധേയമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് തുറന്നു പറയാനുള്ള ഒരു തൻ്റെടമുണ്ടല്ലോ, ഒരു ധൈര്യമുണ്ടല്ലോ, ഒരു മനസാന്നിധ്യമുണ്ടല്ലോ, അത് നമ്മൾ കാണിക്കണം. അത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ മമ്മൂട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പും ഞാൻ പ്രശംസിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരെന്തൊക്കെയോ വികസനങ്ങൾ ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെ തന്നെ മമ്മൂട്ടി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആര് വികസിച്ചു, നാട് വികസിച്ചോ, എന്ത് വികസിച്ചു, വികസനത്തിനെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടു. സർവ്വസാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരു എഴലേറ്റം ഉണ്ടായിട്ടില്ലാത്ത നാട്ടിൽ ഇവിടെ വികസനം ഞങ്ങൾ സാധ്യമാക്കി എന്നൊരു നേതാവിന് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് മമ്മൂട്ടി ചോദിച്ചത്. കുറേ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതോ കുറേ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോ കുറേ റോഡുകളിൽ ടാറിടുന്നതോ മാത്രമല്ല വികസനം. അത് വികസനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും വികസിക്കണം, അപ്പോൾ മാത്രമാണ് സമൂഹവും നാടും മുഴുവനായി വികസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വളരെ കൃത്യമായിട്ടുള്ള വാക്കുകൾ കൃത്യമായി ഇടത്ത് അദ്ദേഹം അന്നത് ഉപയോഗിച്ചത് എന്നിൽ വളരെയധികം സന്തോഷമുണ്ടാക്കി. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൃത്യമായിട്ട് ചാനലുകളെല്ലാം ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തിനാണ് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിവിടെ വന്നത്, നിങ്ങൾ മാറി നിൽക്കണം, അവിടെ നിന്നാൽ മതി. അതുപോലെ തന്നെ ഇത് ജനങ്ങളുടെ പൈസയാണ്. സർക്കാർ എന്തോ ഉദാരമായ സംഭാവന നാടിന് വേണ്ടി ചെയ്തു, എന്തോ ഔദാര്യം ജനങ്ങളോട് കാണിച്ചു എന്ന രീതിയിൽ ഈ വയനാട് ടൗൺഷിപ്പിനെ ആഘോഷിക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളിൽ നിന്ന് പിരിവിട്ട പൈസയാണ്. ഇനി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നും ലോകത്തിൽ തന്നെ പലയിടങ്ങളിലും അധ്വാനിക്കുന്ന ജനങ്ങൾ 1ഉം 2ഉം 100ഉം 10ഉമായിട്ട് തന്ന കാശ് കൂട്ടിവെച്ചുണ്ടാക്കിയ ഒരു ടൗൺഷിപ്പാണ് എന്ന് അവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, അതിനെ അംഗീകരിച്ചേ പറ്റൂ. VIP-കളെന്നോ IP-കളെന്നോ P-കളെന്നോ ഭേദമില്ലാതെ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് കമ്മികൾക്ക് കൊട്ട് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ലൈവായിട്ട് ആൾക്കൂട്ടത്തിനിടയിലൊക്കെ വെച്ച് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് മാത്രം കിട്ടുന്നുണ്ടല്ലോ. അതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്നൊന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ അധപ്പതനം കുറച്ചുകൂടി സ്മൂത്തായിട്ട് നടക്കും. അല്ലെങ്കിൽ ആ അധപ്പതനത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ അധപ്പതിക്കേണ്ടി വരും. മുതലെടുപ്പുകൾക്ക് പോകാതിരിക്കൂ, പ്രഹസനങ്ങൾ നടത്താതിരിക്കൂ. ജനാധിപത്യത്തെ മോശമാക്കുന്ന ആളുകളോട്, രാഷ്ട്രീയ നേതാക്കളോട്, ഭരണകർത്താക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് സർവ്വസാധാരണക്കാരായ ജനങ്ങളെ വരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഉതകിയ 10 വർഷങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തു എന്നതിൽ നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം നിങ്ങളിവിടെ ഈ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും നല്ലവരാണ്, ഈ പറയുന്നതൊക്കെ സത്യമാണ്, വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുന്നവയാണ്, കണ്ണിൽ കാണുന്നതെല്ലാം ഈ മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിച്ചേനെ. പക്ഷെ അങ്ങനെയല്ല. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ പറ്റും. ജനങ്ങളെ എല്ലാം ഒരുപോലെ 3G ആക്കാൻ കഴിയുന്ന ലെവലിലുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. എന്ത് പാലും തേനും ഒഴുക്കിയാലും പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം അവർ പ്രാവർത്തികമാക്കാൻ പ്രാപ്തരാണ് എന്ന് ചിന്തിച്ച് മാത്രം വോട്ട് കൊടുക്കണം തുടങ്ങിയ തിരിച്ചറിവുകളിലേക്ക് ജനങ്ങളെ നയിച്ചത് ഈ 10 വർഷങ്ങളാണ്. അതിലുള്ള കടപ്പാട് വീണ്ടും അറിയിച്ചുകൊണ്ട് തേഞ്ഞ സഖാവിന് ചെളിവാദ്യങ്ങൾ.